തന്നെ കാണിക്കുന്നത് നമ്മുടെ ഇച്ചുകോയും അതുപോലെ തന്നെ വൈറ്റും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മുടെ വൈറ്റ് ആണെങ്കിൽ ഇച്ചുകോൻ്റെ വയറ്റിലേക്ക് തൻ്റെ സംബത്ത് കുത്തി ഇറക്കുന്നു. സോ വേദനകൾ ഉണ്ടെങ്കിലും നമ്മുടെ ഇച്ചുകോ തൻ്റെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ സംബത്തും അവിടെ നിന്ന് പുറത്തെടുക്കുകയാണ്. സോ അന്നേരം എന്തോ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു സാധനം വരികയാണ്. സോ അത് നമ്മുടെ വൈറ്റിൻ്റെ ശരീരത്തിൽ ഒരുപാടധികം വേദന ഉണ്ടാക്കുകയാണ്. സോ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ വൈറ്റിന് ചെറുതായിട്ട് ചിരിയൊക്കെ വരുന്നുണ്ട്. സോ അന്നേരം തന്നെ നമ്മുടെ ഇച്ചുകോയ്ക്ക് പുതിയതായിട്ടുള്ള കുറേ ഇലൂഷൻ വൈറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ സോൾ സൊസൈറ്റിയിലെ തന്നെ ഒരു മോൺസ്റ്ററിന്റെ കൂടെയാണ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് വേറെ ആരുമല്ല, അത് സെറാക്കിയായിരുന്നു. സോ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഇച്ചിഗോയ്ക്ക് ചെറുതായിട്ട് പേടി വരുന്നുണ്ട്. നമ്മുടെ ഇച്ചിഗോ സെറാക്കിനെ വന്ന് ആക്രമിക്കുന്നുണ്ട്. സോ നമ്മുടെ ഇച്ചിഗോയ്ക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. സോ അങ്ങനെ നമ്മുടെ ഇച്ചിഗോ മനസ്സിലാക്കുകയാണ് ഫിയർ അഥവാ ഭയം അതിനെ യൂസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കൂട്ടുകാരെ സംരക്ഷിക്കാൻ പറ്റാത്തതിന്റെ ഭയം അത് മാത്രമല്ല ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സെറാക്കി പറയുകയാണ് സോൾ റിപ്പേഴ്സ് ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അങ്ങനെ ഒരു ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോളോസ് മൊത്തത്തിൽ തന്നെ ഇല്ലാതായി പോകും. യഥാർത്ഥം മനസ്സിലാക്കിയ നമ്മുടെ ഇച്ചിഗോ വളരെയധികം സീരിയസ് ആകുന്നു. ഇച്ചിഗോ നേരത്തെ വൈറ്റ് കാണിച്ച ഇലൂഷൻ ബാറ്റിൽസ് ഒക്കെ ഒന്നും കൂടെ ചിന്തിച്ച് നോക്കുന്നു. ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും ഞാൻ എൻ്റെ കൂട്ടുകാരെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കും. ഇച്ചിഗോ ചെയ്യുമെന്നല്ല പറയുന്നത്, ചെയ്തിരിക്കുമെന്ന്. അങ്ങനെ ദേഷ്യം വന്ന് നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ തൻ്റെ വയറ്റിൽ കുത്തിയിരിക്കുന്ന ആ വാൾ വീണ്ടും വലിച്ചൂരുകയാണ്. ഇച്ചിഗോയ്ക്ക് ഇപ്പൊ പേടിയില്ല. നമ്മുടെ ഇച്ചിഗോ ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുന്നു. നമ്മുടെ ഇച്ചിഗോന്റെ ഇലൂഷൻ അവിടെ വെച്ച് മൊത്തത്തിൽ തന്നെ ഇല്ലാതാവുകയാണ്. വേദനകൾ സഹിച്ചിട്ട് നമ്മുടെ ഇച്ചിഗോ തൻ്റെ വയറ്റിൽ നിന്ന് വാൾ ഊരിയിട്ട് ഫുൾ സ്ട്രെങ്തും എടുത്തിട്ട് വൈറ്റിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. സോ ഇത് കാണുന്ന വൈറ്റ് വായും പൊളന്ന് നിൽക്കുകയാണ്. ഇത് കാണിക്കുന്നത് റിയൽ വേൾഡിലാണ്. സോ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ഇപ്പോൾ ഹോളോ ആയിട്ട് മൊത്തത്തിൽ തന്നെ മാറാം. ഐസോഡ് ഗ്രൂപ്പിനകത്തിലെ ഓരോരോ മെമ്പേഴ്സ് ഷിഫ്റ്റ് മാറി നമ്മുടെ ഇച്ചിഗോന്റെ അറ്റാക്ക് ഒക്കെ തടുക്കുകയും ഇച്ചിഗോയുമായിട്ട് എതിർക്കുകയും ചെയ്യുക. ഒരു സമയം കഴിയാൻ നേരത്തും അവർക്ക് ഇച്ചിഗോന്റെ അടുത്ത് അങ്ങനെ ഒന്നും പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. നമ്മുടെ ഇച്ചിഗോ പൂർണ്ണമായിട്ട് ഒരു ഹോളോ ആവാറായി. സോ പൂർണ്ണമായിട്ട് ഒരു ഹോളോ ആയാൽ അവർ ഇച്ചിഗോനെ മൊത്തത്തിൽ തന്നെ ഇല്ലാതാക്കും. തന്നെയായിരുന്നു നമ്മുടെ ഇച്ചിഗോ ഒരു അറ്റാക്ക് അവിടെ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ലിസയ്ക്ക് അത്രയ്ക്ക് നല്ലതായിട്ട് തോന്നുന്നില്ല. അറ്റാക്ക് ഹോളോ ഇച്ചിഗോയ്ക്ക് പുറത്ത് വിടാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇച്ചിഗോന്റെ ശരീരത്തിൽ തന്നെ ഒരുപാടധികം മുറികൾ വന്നിട്ട് പുറത്തേക്ക് വരികയാണ്. കാരണം നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ തന്റെ സംഭവത്തെ യൂസ് ചെയ്തിട്ട് വൈറ്റിന്റെ വയറ്റത്തിട്ട് ഒരെണ്ണം കൊടുക്കുകയാണ്. നമ്മുടെ വൈറ്റ് ഇല്ലാതായി പോകുകയാണ്. ഇതിലുണ്ടായിരുന്ന ആ ബ്ലാക്ക് കോട്ട് കത്തിയരിഞ്ഞ് ബ്ലാക്ക് ചാരമായിട്ട് മാറുകയാണ്. നമ്മുടെ ഇച്ചിഗോ ഫൈനലി നമ്മുടെ വൈറ്റിനെ തോൽപ്പിച്ചിരിക്കുന്നു. വൈറ്റ് അങ്ങനെ വന്ന കടമ പൂർത്തിയാക്കിയിരിക്കുകയാണ്. നമ്മുടെ ഇച്ചിഗോനെ ട്രെയിനിങ് ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് മൊത്തത്തിൽ തന്നെ മാഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇച്ചിഗോയ്ക്ക് ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. ഇച്ചിഗോ, നിനക്ക് എന്തെങ്കിലും വലിയത് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിനക്ക് എൻ്റെ പവർ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എല്ലാം കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഇച്ചിഗോയ്ക്ക് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ല. എന്നാലും എന്തൊക്കെയൊക്കെയോ നമ്മുടെ ഇച്ചിഗോയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അത് പുറത്ത് പറയുന്നില്ല. റിയൽ വേൾഡിലാണെങ്കിൽ ഇച്ചിഗോയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വൈസോഡ് ഗ്രൂപ്പിൻ്റെ അകത്തിലെ ആൾക്കാർക്കൊന്നും എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ആച്ചിക്ക് പെട്ടെന്ന് തന്നെ എന്തോ ബാഡ് ഫീലിംഗ് വരുന്നു. സോ അവൻ്റെ ബാരിയർ അവൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. സോ അന്നേരമാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ഇച്ചിഗോ അവിടെ വെച്ച് ബ്ലാസ്റ്റ് ആകുന്നു. സോ ഇത് കാണുന്ന സമയത്ത് ബാക്കിയുള്ള വൈസോഡ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ വളരെയധികം ഞെട്ടുകയാണ്. നോക്കുന്ന സമയത്ത് നമ്മുടെ ഇച്ചിഗോ ഹോളോയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല. അവർ ഒന്ന് ഞെട്ടുന്നു. നോക്കുന്ന സമയത്താണ് മനസ്സിലാക്കുന്നത് ഹോളോ സ്കിന്ന് മുറിച്ചുകൊണ്ട് നമ്മുടെ ഇച്ചിഗോ അവിടെ നിൽക്കുന്നു. നമ്മുടെ ഇച്ചിഗോ ഹോളോനെ തോൽപ്പിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. സോ നമ്മുടെ ഇച്ചിഗോ വൈറ്റിന്റെ വാർണിങ്ങിനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാണിക്കുന്നത് വിഷമിച്ച് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒറിഹിമിനെയാണ്. സോ നമ്മുടെ ഒറിഹിമിക്കും ഇച്ചിഗോന്റെ സ്പിരിച്വൽ പ്രഷർ സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. നമ്മുടെ ഒറിഹിമിയുടെ കാര്യം അറിയാമല്ലോ. നമ്മുടെ ഒറിഹിമി സീക്രട്ട് ആയിട്ട് തന്നെ നമ്മുടെ ഇച്ചിഗോനെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇച്ചിഗോന്റെ സ്പിരിച്വൽ പവർ സെൻസ് ചെയ്യാൻ വേണ്ടി അവൾ ശ്രമിക്കുന്ന സമയത്ത് ഇച്ചിഗോന്റെ സ്പിരിച്വൽ പ്രഷർ അവർക്ക് ചെറുതായിട്ട് സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സിഗ്നൽസ് ഫോളോ ചെയ്യാമെന്ന് നമ്മുടെ ഒറിഹിമി ചിന്തിക്കുന്നു. സോ അന്നേരം തന്നെ ഒരു നെയ്ബർ വന്നിട്ട് ഒറിഹിമിനോട് പറയുന്നു, നിന്റെ വീട്ടിൽ എന്തൊക്കെയൊക്കെയോ സംഭവിക്കുന്നുണ്ട്, അവിടെ നിന്ന് ഒരുപാടധികം ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. സോ അന്നേരം തന്നെ നമ്മുടെ ഒറിഹിമി ഓടി പോവുകയാണ്. നോക്കുന്ന സമയത്താണ് കാണുന്നത് റാങ്കിക്കും കൂടെ അവിടെ എന്തോ ഒരു TV പോലത്തെ ഒരു സാധനം ഉണ്ടാക്കുകയാണ്. സോൾ സൊസൈറ്റിയിലേക്ക് വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്ന സമയത്ത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഒറിഹിമിക്ക് മനസ്സിലാകുന്നില്ല. അത് മാത്രമല്ല ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഒറിഹിമി അങ്ങ് ഞെട്ടുകയാണ്. ആ ടിവിയിലേക്ക് കമാൻഡർ യാമ വരികയാണ്. വന്നുടനെ തന്നെ പുതിയതായിട്ടുള്ള ഓർഡേഴ്സ് കമാൻഡർ യാമ കൊടുക്കുകയാണ്. കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ സെർച്ച് ചെയ്തു. അങ്ങനെ ഐസന്റെ ലാബിലെ കുറേ സംഭവങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഐസൺ
ഓക്കന്റെ പുറകിലാണ്. ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ റാങ്കിക്കും അതുപോലെ തന്നെ തോഷിറോ ഒന്നും നല്ല രീതിയിൽ തന്നെ ഞെട്ടുന്നുണ്ട്. സോ എന്നാൽ ഇത് കേൾത്താൽ നമ്മുടെ ഒറിഹിമിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കിയ നമ്മുടെ റാങ്കിക്കു കറക്റ്റ് ആയിട്ട് ഇത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കീ ആണ്. സോ ഈ കീ യൂസ് ചെയ്തിട്ട് നമുക്ക് വേറെ ഡയമെൻഷൻസ് തുറക്കാൻ വേണ്ടി സാധിക്കും. കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഒറിഹിമിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകുന്നില്ല. സോ അന്നേരം നമ്മുടെ കമാൻഡർ യാമ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ലോകത്തിന് ഒരു രാജാവ് ഉണ്ടായിരുന്നു, സോൾ കിങ്. 3 ഡയമെൻഷൻസും റൂൾ ചെയ്തുകൊണ്ടിരുന്നത് ആ കിങ് ആണ്. 3 ഡയമെൻഷനിൽ പോകാൻ വേണ്ടി ഓക്കൺ എന്ന് പറഞ്ഞ ആ കീ ആവശ്യമാണ്. ഐസൺ ഈ കാണിച്ചു കൂട്ടുന്ന പരിപാടികളെല്ലാം ആ കീക്ക് വേണ്ടിയാണെന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഒറിഹിമി അതുപോലെ തന്നെ ബാക്കിയുള്ളവർ നല്ല രീതിയിൽ തന്നെ ഞെട്ടുന്നുണ്ട്. ഓക്കൺ കണ്ടുപിടിക്കുകയല്ലായിരിക്കും, ഓക്കൺ ക്രിയേറ്റ് ചെയ്യുകയായിരിക്കും. ഐസൺ ഓക്കൺ ക്രിയേറ്റ് ചെയ്യേണ്ടതോടെ തന്നെ നമ്മുടെ ഐസൺ ആണെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള സ്പിരിച്വൽ പ്രഷർ വേണം. സോ അത് ഐസൺ ഉറപ്പായിട്ടും ഹ്യൂമൻ വേൾഡിലായിരിക്കും റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ കാര്യം കേട്ടിട്ട് നമ്മുടെ റോക്കിയും അതുപോലെ തന്നെ ബാക്കിയുള്ള സോൾ റിപ്പേഴ്സും ഒന്നും കൂടെ നല്ല രീതിയിൽ തന്നെ പേടിക്കുന്നുണ്ട്. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ കമാൻഡർ യാമ പറയുന്നത് തുടരുകയാണ്. ഐസൺ ആണെങ്കിൽ ഹൈലി പ്രഷർഡ് സ്പിരിച്വൽ എനർജി നമ്മുടെ ഹ്യൂമൻ വേൾഡിലേക്ക് റിലീസ് ചെയ്യുന്ന എനർജി യൂസ് ചെയ്തിട്ട് നമ്മുടെ കാർക്കുറ സിറ്റി അഥവാ ഈ വേൾഡ് മുഴുവനായിട്ട് തന്നെ വെപ്പണൈസ് ചെയ്ത് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ഐസൺ ആണെങ്കിൽ ഓക്കൺ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒറിഹിമി ഞെട്ടുകയാണ്. സോ നമ്മുടെ കമാൻഡർ യാമ പറയുകയാണ്, സോ അങ്ങനെ അത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ലോകം തന്നെ നശിക്കും. വിഷമിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ കമാൻഡർ യാമ വിഷമിക്കേണ്ട എന്ന് പറയുകയാണ്. എന്ന് പറയുന്നത് ചുമ്മാ ഇരിക്കാനുള്ള ആൾക്കാരല്ല, ഹ്യൂമൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ളവരാണ്. മുഴുവനായിട്ട് തന്നെ കാർക്കുറ സിറ്റിനെ രക്ഷിച്ചിരിക്കും. കാർക്കുറ സിറ്റിനെ മാത്രമല്ല ഈ ലോകത്തിനെ തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഐസനെ തോപ്പിക്കാൻ വേണ്ടി റെഡിയാകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ തന്നെ ഐസന്റെ ഒക്കിക്കും ഉണ്ട്. അതും മാത്രമല്ല ഐസന്റെ മെച്യൂർ ആയിട്ടുള്ള ഒരു ആർമിയും കൂടെ ഉണ്ട്. ഓൾറെഡി തന്നെ അവർ ഒരുപാടധികം പവർഫുൾ ആണ്. ആണെങ്കിലും ഐസനെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ്. കണ്ടിട്ടുള്ളതിൽ തന്നെ സെക്കൻഡ് സ്ട്രോങ് ആയിട്ടുള്ള വാർ ആയിരിക്കും ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 5ന്റെ 24ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് തന്നേക്ക്. സോ മാക്സിമം ഈ വീഡിയോക്ക് 100 ലൈക്ക് ആക്കി തരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. പറഞ്ഞു വിഷമിക്കുന്നില്ല. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ.